നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊപ്പത്ത് വൻ ലഹരിവേട്ട. ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. 80ഓളം ചാക്കുകളിൽ നിന്നായി പിടികൂടിയത് 1000-ലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. അഗ്രോ നിധി ലിമിറ്റഡ് തട്ടിപ്പ് 3 പേർ അറസ്റ്റിൽ. 40 ലക്ഷം രൂപ ഡെപ്പോസിറ്റായി സ്വീകരിച്ചു. 13 മുതൽ 15% വരെ പലിശ വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. ഗുരുവായൂർ ബസ് ടെർമിനലിൽ 8.5 കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. 7 കോടി നിർമ്മാണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ചെയർമാൻ. വാർത്തകൾ വിശദമായി. കൊപ്പത്ത് വൻ ലഹരിവേട്ട. കൊപ്പം ഹൈസ്കൂൾ പരിസരത്തു നിന്നാണ് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടിയത്. 80ഓളം ചാക്കുകളിൽ നിന്നായി 1000-ലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. പാലക്കാട് എസ്പിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ ഡാൻസ് ഓഫ് സംഘവും കൊപ്പം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലോറി പിടികൂടിയത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച ലോഡുകൾക്കിടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലായി സൂക്ഷിച്ചത്. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ടായിരുന്നു. തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി എത്തിയ ലോറി പിടികൂടുന്നത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൊപ്പം, പട്ടാമ്പി, കൂറ്റനാട്, ചാലിശ്ശേരി, തൃത്താല തുടങ്ങിയ മേഖലകളിൽ ചില്ലറ വ്യാപാരം നടത്തുവാൻ ലക്ഷ്യമിട്ടാണ് ഇവ എത്തിയത്. ഈ നീക്കമാണ് പോലീസിന്റെ സംയുക്ത ഇടപെടലിലൂടെ തകർത്തത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്. അഗ്രോ നിധി ലിമിറ്റഡ് തട്ടിപ്പ് 3 പേർ അറസ്റ്റിൽ. 40 ലക്ഷം രൂപ ഡെപ്പോസിറ്റായി സ്വീകരിച്ചു. 13 മുതൽ 15% വരെ പലിശ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയതാണ് കേസ്. ചാവക്കാട് സ്വദേശിയായ യുവതിയിൽ നിന്നുമാണ് നിക്ഷേപം സ്വീകരിച്ചത്. ഡയറക്ടർമാരായ എടത്തിരുത്തി മംഗലാംപുല്ലി മജീദ് മകൻ ഷാഹിർ, പറപ്പൂക്കര മഹാരാശ്ശേരി വാസു മകൻ സുരേഷ് വാസുദേവ്, മേത്തല ചെമ്മാലിൽ ആനന്ദൻ മകൻ വിവേക് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. പ്രതികളെ ഊരകത്തുള്ള ആസ്പയർ നിധി ലിമിറ്റഡിന്റെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഗുരുവായൂർ ബസ് ടെർമിനലിൽ 8.5 കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. 7 കോടി നിർമ്മാണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ചെയർമാൻ കൗൺസിലിൽ അറിയിച്ചു. 1.5 കോടിയാണ് ഇതുവരെ നൽകിയ ബില്ലിൽ നൽകാനുള്ള തുക. കേന്ദ്രത്തിൽ നിന്നും വായ്പയായി ലഭിച്ച 5 കോടി, നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും 2 കോടി എന്നിവ ചേർത്താണ് 7 കോടി നൽകിയത്. നിർമ്മാണത്തിന് വേണ്ടിവരുന്ന ബാക്കി തുകയ്ക്ക് കേരള ബാങ്ക് വായ്പ അനുവദിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു. നമുക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഫണ്ട് വരും, നമ്മൾ ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ട് എന്നും അപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപേക്ഷിക്കാൻ നമ്മൾ എടുക്കുകയാണ്. അതൊന്നും അനുഭവിക്കും. ഇത്തവണ നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ പണം ലഭിക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. സ്ട്രക്ചർ പൂർത്തിയായ നിലയ്ക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെയും ബസ് സ്റ്റാൻഡ് ടെർമിനലിലെയും കടമുറികൾ ലേലം ചെയ്ത് ഫണ്ട് കണ്ടെത്താമെന്ന് ഭരണപക്ഷത്തു നിന്നും RV ഷെരീഫ് നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AM ഷഫീർ എന്നിവരും ഈ ആശയത്തെ പിന്താങ്ങി. എന്നാൽ ഫയർ, NOC അടക്കമുള്ളവ ലഭിക്കാതെ ലേല നടപടികളിലേക്ക് കടക്കാനാകില്ലെന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ അറിയിച്ചു. ബസ് സ്റ്റാൻഡ് ടെർമിനലിലെ വൈദ്യുതീകരണ ജോലികൾക്കുള്ള എസ്റ്റിമേറ്റ് PWD തയ്യാറാക്കി വരികയാണെന്നും സെക്രട്ടറി പറഞ്ഞു. നഗരസഭയുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നിർമ്മാണത്തിലെ അപാകത മൂലം വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ കരാറുകാരൻ ശ്രദ്ധിക്കണമെന്ന് KP ഉദയൻ നിർദ്ദേശിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ കൗൺസിലർ RM മുഹമ്മദ് എന്നിവരുടെ നിര്യാണത്തിൽ കൗൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. ദേശീയപാത അകലാട് ഒറ്റൈനി അടിപ്പാതയ്ക്ക് താഴെ നിർമ്മിച്ച തകര ഷെഡുകൾ യാത്രക്കാരെ വലയ്ക്കുന്നു. ദേശീയപാത നിർമ്മാണ തൊഴിലാളികളെ അടിപ്പാതയ്ക്ക് താഴെ അനധികൃതമായി താമസിപ്പിക്കുന്നതിനായി ഒരുക്കിയ സജ്ജീകരണം അപകടം വരുത്തുമെന്ന് കാണിച്ച് പുന്നയൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. അടിപ്പാതയുടെ പകുതിയിലധികം ഭാഗത്താണ് നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കാനും ഉപകരണങ്ങൾ സൂക്ഷിക്കാനുമായി 3 ഷെഡുകൾ പണിതിട്ടുള്ളത്. പുന്നയൂർ വടക്കേക്കാട് ഭാഗത്തേക്കും അകലാട് ബീച്ച് ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങൾ ഇവിടെ നിന്നാണ് തിരിയേണ്ടത്. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ ഒരുമിച്ചു വരുമ്പോൾ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്.
ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ്. ഈ സമയം സർവീസ് റോഡിലും ഗതാഗതം സ്തംഭിക്കുന്നു. ഇവിടെ അടിപ്പാതയുടെ മുകളിലെ സ്ലാബ് ദേശീയപാതയുടെ പ്രധാന റോഡുമായി ബന്ധിപ്പിക്കാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് മുഴുവൻ വാഹനങ്ങളും പോകുന്നത്. അതിനാൽ ഏറെ തിരക്കുള്ള സ്ഥലമാണിത്. അടിപ്പാതയുടെ 100 മീറ്റർ അകലെ നിർമ്മാണ കമ്പനിക്ക് ലേബർ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വീടുകൾ പൊളിച്ചപ്പോൾ തൊഴിലാളികളുടെ താമസം പാലത്തിന് താഴേക്ക് മാറ്റുകയായിരുന്നു. ലൈറ്റ്, ഫാൻ സൗകര്യത്തിനായി പാലത്തിനു മുകളിലൂടെ ഇവിടേക്ക് വൈദ്യുതി ലൈനും വലിച്ചിട്ടുണ്ട്. ഗതാഗത കുരുക്കിനു പുറമെ താമസ സ്ഥലത്തെ വൃത്തിഹീനമായ ചുറ്റുപാടും പ്രശ്നമാണെന്ന് പറയുന്നു. ശുചിമുറി മാലിന്യം വരെ ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ കൂടി ചെല്ലുമ്പോൾ ചൂടാവും. ഇന്നലെ നല്ല കവറേജ് കിട്ടിയത്. ഇന്നലെ എന്താവിടുത്തെ അവസ്ഥ എന്നല്ല കാര്യം നോക്കാൻ വേണ്ടി ആംബുലൻസ് ഞങ്ങള് നിയന്ത്രിച്ചിട്ടാണ് അവസാനം ഈ ആംബുലൻസ്. അതുപോലെ ഇവരെ വണ്ടി മിനിറ്റിന് വിട്ട് ഒരു വണ്ടിയാണ്. അല്ലെ ഈ ശിവാലയുടെ ലോഡ് എടുത്ത് വണ്ടി വരുന്ന വണ്ടിയാണ്. അനധികൃത താമസം അടിയന്തരമായി ഒഴിപ്പിച്ചില്ലെങ്കിൽ ബഹുജന സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. UDF നേതാക്കളായ MV ഹൈദരാലി, RP ബഷീർ, C അഷ്റഫ്, IP രാജേന്ദ്രൻ, മൊയ്തീൻ ഷാ പള്ളത്ത്, യൂസഫ് ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ദേശീയപാത അധികൃതരെ കണ്ടത്. മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ അസീസ് മന്നലാങ്കുന്ന്, RV അഹമ്മദ്, കബീർ ഫൈസി, നൌഫൽ കുഴിങ്ങര, KM ഷാജഹാൻ തുടങ്ങിയവർ ചേർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പഞ്ചായത്ത് റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ബാങ്കിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. UDF പഞ്ചായത്ത് ചെയർമാൻ സജീവ് ചാത്തനാത്ത്, ബ്ലോക്ക് ഭാരവാഹികളായ PC ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത്, OS വാസുദേവൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, AK റസാഖ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ആമിന സുലൈമാൻ, ജോളി തോമസ്, ജെസി വിൽസൺ, ഇബ്രാഹിം, വിഷ്ണു ചിറമനേങ്ങാട്, അക്ഷയ്, സുനിൽ ചിറമനേങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവശ്യപ്രകാരമാണ് ഈ പണ്ടം പണയം വെച്ചത്. ആർക്ക് വേണ്ടിയിട്ടായി പണ്ടം പണയം വെച്ചത്? പണ്ടം പണയം വെച്ചത് സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം, സെക്രട്ടറിയുടെ ഒത്താശയോടുകൂടി, സെക്രട്ടറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ പ്യൂണ്, അതുമായി തന്നെ പാർട്ടിയിലെ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന DYFയുടെ ഒരു പ്രവർത്തകൻ, ഒരു നേതാവ്, അവരാണിത് പണയം വെച്ചത്. ബാങ്കിന്റെ സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമില്ലേ? ബാങ്കിൽ പരിശോധനയ്ക്ക് വരുന്നു. എന്തിനാ പരിശോധന വരുന്നത്? എല്ലാ 3 മാസം കൂടുമ്പോഴും ബാങ്കിൽ വെച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കും. അത് യഥാർത്ഥ സ്വർണ്ണമാണോ? ഭാഷാ സമരനായകരെ അനുസ്മരിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി യൂത്ത് ലീഗ് ദിനാചരണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് MM നാസറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാവ് ഹൈദരലി സാഹിബ് പതാക ഉയർത്തി. മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ഗനി സാഹിബ് ഭാഷാ സമര നേതാക്കളെ അനുസ്മരിച്ചു സംസാരിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജുറൈജ് വാഫി, MSF ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാരിസ് ഉസ്മാൻ, MSF നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഉവൈസ് ഹുദവി ചിറയങ്ങാട്, സുഹൈൽ കടവല്ലൂർ, നുഹ്മാൻ ചിറയങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി SCUP സ്കൂളിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ അനുസ്മരണം നടത്തി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചാണ് അനുസ്മരണ ചടങ്ങ് നടത്തിയത്. ജീവൻ പൊലിഞ്ഞവരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രധാന അധ്യാപകൻ K മുഹമ്മദ് സൽമാൻ തിരിതെളിയിച്ചു. മൗന പ്രാർത്ഥനയും നടന്നു. CRC കോർഡിനേറ്റർ ശാലിനി, സ്കൂൾ ലീഡർ MK മുഹമ്മദ് ഫാദിൽ, അധ്യാപകരായ VK മിനി, KK സുജ രാജൻ, OS പ്രഭിത, C ജിനി ജോയ്, ഹന്ന P കുഞ്ഞുമോൻ, അനിത ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2.5 കോടി രൂപ ചെലവിൽ 8500 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിക്കും. AC മൊയ്തീൻ MLAയുടെ മണ്ഡലത്തിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപയും പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപയും ഉപയോഗിച്ചാണ് പഞ്ചായത്ത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. ഓഫീസ് മുറികൾ, കോൺഫറൻസ് ഹാൾ, മീറ്റിംഗ് ഹാൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്ഥിരം സമിതി അധ്യക്ഷർ, സെക്രട്ടറി എന്നിവർക്കുള്ള ഓഫീസ് മുറികൾ, വിസിറ്റേഴ്സ് റൂം തുടങ്ങിയ സൗകര്യങ്ങളോടെ, തീർത്തും അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഓഫീസ് കെട്ടിടം സജ്ജമാക്കിയിട്ടുള്ളത്.
ശനിയാഴ്ച ഉച്ചയ്ക്ക് ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക. തുടർന്ന് കുടുംബശ്രീ വാർഷികവും നടക്കും. ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് AC മൊയ്തീൻ MLA അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തിയാക്കിയ ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, കർഷക അവാർഡ് ജേതാവും പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ M ബാലാജി, ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളാകും. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം നാടൻപാട്ടു കലാകാരി പ്രസീത ചാലക്കുടി നേതൃത്വം നൽകുന്ന കലാവിരുന്നും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PI രാജേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, സെക്രട്ടറി KR രേഖ എന്നിവർ പങ്കെടുത്തു. ഒരുമനയൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഓഗസ്റ്റ് 1 ഒരുമനയൂർ UDF കമ്മിറ്റി സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വില്യംസ് മുതൽ ചാവക്കാട് വരെയുള്ള 2 കിലോമീറ്റർ ദൂരം പുതിയ NH 66 കോൺട്രാക്ട് എടുത്ത കമ്പനിയായ ശിവാലയ ഗ്രൂപ്പ് ഇതുവരെ ഫുൾ ടാറിംഗ് നടത്തിയിട്ടില്ല. ശാസ്ത്രീയമായി കട്ട വിരിച്ചത് മൂലം അപകടങ്ങൾ നിത്യസംഭവമാകുകയാണ്. 2022 മുതൽ 2025 വരെയുള്ള 3 സാമ്പത്തിക വർഷങ്ങളായി ഫണ്ട് ലാപ്സാക്കി പഞ്ചായത്ത് അധികൃതർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ഒരുമനയൂർ UDF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു കിട്ടിയ വനിതാ ജിം പണി പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാൻ സാധിച്ചിട്ടില്ലെന്നും പഞ്ചായത്തിലെ ക്ലബ്ബുകൾക്ക് അനുവദിക്കേണ്ട സ്പോർട്സ് കിറ്റ് വിതരണം നടത്താതെ യുവജനങ്ങളെ പറ്റിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ അനാസ്ഥ ജനങ്ങൾ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് 1 മൂന്നാക്കല്ല് സെന്ററിൽ UDF കമ്മിറ്റി സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികളായ KJ ചാക്കോ, KV അബ്ദുൽ ഖാദർ, അൻവർ അറക്കൽ, RS ഷക്കീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ ആഭിമുഖ്യത്തിൽ ധീര രക്തസാക്ഷി പുന്ന നൌഷാദ് അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. നൌഷാദിന്റെ ഓർമ്മയ്ക്കായി നാടിന് വാട്ടർ കൂളർ സമർപ്പണവും നടത്തി. മന്ദലാംകുന്ന് കരുണാഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി MV ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ വാട്ടർ കൂളറിന്റെ സമർപ്പണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സെയ്ദലവി പടിഞ്ഞാറയിൽ മുഖ്യാതിഥിയായി. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീസ് മന്ദലാംകുന്ന്, മുജീബ് റഹ്മാൻ അകലാട്, വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ മൊയ്തീൻ ഷാ പള്ളത്ത്, അബ്ദുറഹ്മാൻ കാട്ടിപ്പറമ്പിൽ, ഹുസൈൻ തെക്കാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാറ്റഞ്ഞൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പള്ളിക്ക് സമീപം കൂട്ടായ്മയിലെ അംഗത്തിന്റെ വീട്ടുപറമ്പിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പയർ, വെണ്ട, വഴുതന, തക്കാളി എന്നിവയാണ് പ്രധാന വിളകൾ. അമല ആശുപത്രി RSDCയുടെ വെള്ളാറ്റഞ്ഞൂർ കീഴിലാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ആതുര സേവന മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ചെറുപുഷ്പം കോൺവെന്റിൽ 2 വർഷം മുൻപാണ് RSDC തുടങ്ങിയത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് 2-13 വാർഡുകളിൽ നടത്തിയ സർവേയിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുതലായി കണ്ടതിനെ തുടർന്നാണ് 60 വയസ്സിന് മുകളിലുള്ളവരുടെ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത്. ആഴ്ചതോറുമുള്ള കൂടിച്ചേരലും കലോത്സവങ്ങളും വിനോദയാത്രകളും വായിക്കുവാനായി അക്ഷരക്കൂട്ട് ഗ്രന്ഥശാലയും കൂട്ടായ്മയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ 42 മുതിർന്നവരാണ് കൂട്ടായ്മയിലുള്ളത്. കൃഷിയിൽ താൽപ്പര്യമുള്ളവർ മുൻപന്തിയിൽ വന്നതോടെ മറ്റ് അംഗങ്ങളും സജീവമായി. കൃഷിയിലിറങ്ങിയതോടെ ഇവരുടെ പഴയ കാലം തിരിച്ചുപിടിക്കുന്നതായി മാറി. വേലൂർ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ CF ജോയ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം KG ഗോപിനാഥ്, ഹെൽത്ത് സെന്റർ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CM ശ്രുതി, സൗഹൃദം കൂട്ടായ്മ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, MGS നായർ, MF ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുസമൂഹത്തിൽ വാർദ്ധക്യം ഒറ്റപ്പെടലിന്റെയും അവഗണനയുടേതുമായി മാറുമ്പോൾ അവർക്ക് കാർഷിക പ്രവർത്തനങ്ങൾ ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷയും സന്തോഷവുമാണ് നൽകുന്നത്. പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ആയുഷ് മിഷൻ മുഖേന വിദ്യാലയത്തിന് ലഭിച്ച പൊന്നാങ്കണ്ണി, കരിങ്കുറിഞ്ഞി, ആടലോടകം, കുമിഴ്, പൂവരശ്, മണിമരുത്, കുറുന്തോട്ടി തുടങ്ങി 20ഓളം ഔഷധ സസ്യങ്ങൾ വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു. ഔഷധ സസ്യങ്ങളുടെ പേരും ശാസ്ത്രീയ നാമവും ഉപയോഗവും അടങ്ങിയ ബോർഡുകളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. സ്കൂൾ വളപ്പിലെ ഔഷധ മരങ്ങൾക്ക് ചുറ്റും കുട്ടികൾ കൈകൾ കോർത്തുപിടിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രതീകാത്മക സന്ദേശം നൽകി. പ്രകൃതി സംരക്ഷണ ദിന പരിപാടികൾക്ക് ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ്, VAC വിൻസി, ജോസ് ഫ്ലമി, C പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി.
സംഭരിച്ച നെല്ലിന്റെ വില നൽകുക എന്ന ആവശ്യം ഉന്നയിച്ച് പൊന്നാനി കോൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിലെ ചാവക്കാട് ADA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ADA ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ പൊന്നാനി കോൾ സംരക്ഷണ സമിതി പ്രസിഡന്റ് M. വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. പരൂർ പടവ് സെക്രട്ടറി AT. അബ്ദുൾ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. K. സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. K. അബൂബക്കർ, TK ഹസൻ, VP ഉമ്മർ, KA ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രീൻ ഹാബിറ്റാറ്റ് കടലാമ സംരക്ഷണ വിഭാഗം തലവനും മറൈൻ ബയോളജിസ്റ്റുമായിരുന്ന ഡോക്ടർ സുജിത് സുന്ദരത്തിന്റെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ഗ്രീൻ ഹാബിറ്റാറ്റ് സൊസൈറ്റി നൽകുന്ന തൃശൂർ ജില്ലയിലെ മികച്ച ജൈവ വൈവിധ്യ ലേഖകനുള്ള പുരസ്കാരത്തിനായി മാധ്യമപ്രവർത്തകൻ MV ഷക്കീലിനെ തെരഞ്ഞെടുത്തു. ചക്കംകണ്ടം മാലിന്യ വിഷയം, ചാവക്കാട് തീരത്തെ കടലാമ, കടപ്പുറത്തെ കടലാക്രമണത്തിന് കാരണമായി ഭവിച്ച മനുഷ്യ ഇടപെടലിന്റെ ചരിത്രമാനങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട്, ചാവക്കാട്ടെ അങ്ങാടി കുരുവികൾ അപ്രത്യക്ഷമാകുന്നതിന്റെ കാരണം അന്വേഷിക്കുന്ന ലേഖനം എന്നിവ പരിഗണിച്ചാണ് അവാർഡ്. ജില്ലയിലെ മികച്ച പരിസ്ഥിതി ജൈവ വൈവിധ്യ സൗഹൃദ വിദ്യാലയത്തിനുള്ള പുരസ്കാരത്തിന് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ദേശീയ ഹരിതസേന യൂണിറ്റിനെയും തെരഞ്ഞെടുത്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന പബ്ലിക് ഹിയറിംഗ് ആഗസ്റ്റ് 4 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KK സതീശന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്യും. സഹപാഠികൾക്ക് മുല്ലച്ചെടികൾ നൽകി ജന്മദിനാഘോഷം. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി M. അദ്വൈതാണ് സഹപാഠികൾക്ക് മുല്ലച്ചെടികൾ സമ്മാനിച്ച് ജന്മദിനം ആഘോഷിച്ചത്. മധുരം നൽകി ആഘോഷിക്കുന്നതിനു പകരം പൂമൊട്ടുള്ള മുല്ലച്ചെടികളാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നൽകിയത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്താനും ഇത് ഉപകരിക്കുമെന്ന ചിന്തയാണ് മകന്റെ ജന്മദിനത്തിൽ മുല്ലച്ചെടികൾ നൽകാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് അദ്വൈതിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദപരമായ ഈ പ്രവർത്തനത്തെ അധ്യാപകരും മാനേജ്മെന്റും അഭിനന്ദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അദ്വൈതിന് ജന്മദിനാശംസകൾ നേർന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അറിയാമോ നമ്മുടെ കുട്ടികളെ എന്ന തലക്കെട്ടിൽ നടത്തുന്ന രക്ഷാകർതൃ പരിശീലന പദ്ധതിയുടെ ഭാഗമായി രക്ഷാകർതൃ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 2-ന് കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ രക്ഷാകർതൃത്വം സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന ആശയത്തിലാണ് ശില്പശാല നടത്തുന്നത്. ആഗസ്റ്റ് 2-ന് രാവിലെ മുരളി പെരുന്നള്ളി MLA രക്ഷാകർതൃ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ KG രാധാകൃഷ്ണൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോഗ്യ സമിതി സംസ്ഥാന കൺവീനർ V. മനോജ് കുമാർ തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA. മുഹമ്മദ് ഷാഫി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC. സെബാസ്റ്റ്യൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 9 വിദ്യാലയങ്ങളിലെ അധ്യാപകർ, PTA, MPTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ തലങ്ങളിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകിയിരുന്നു. അടുത്ത ഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളിലെയും സ്കൂളിലെയും മുഴുവൻ രക്ഷാകർത്താക്കൾക്കും പരിശീലനം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT. ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം PK. രാജൻ മാസ്റ്റർ, ജനറൽ കൺവീനർ KA. രവിചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓണത്തിന് റേഷൻ വിഹിതം നൽകാതെ കേരള ജനതയെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്നുവെന്നാരോപിച്ച് CPI തൈക്കാട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മാമ ബസാർ സെന്ററിൽ നടന്ന ധർണ CPI ജില്ലാ കൗൺസിൽ അംഗം PK. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി AM. ഷഫീർ അധ്യക്ഷത വഹിച്ചു. ഷാനി റെജി, റഹീം പാലുവായ്, പ്രിയ അപ്പുണ്ണി എന്നിവർ സംസാരിച്ചു.
കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 8ാമത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ നടന്നു. മത്സരത്തിൽ പെൺകുട്ടികളുടെ സബ് ജൂനിയർ 58-61 കിലോഗ്രാം വിഭാഗത്തിൽ കുന്നംകുളം സ്വദേശിനി KR ശ്രേയ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കളത്തിൽ രൂപേഷ് സിന്ധ്യ ദമ്പതികളുടെ മകളാണ് ശ്രേയ. പാഴായിപ്പോയ 25 വർഷങ്ങൾ എന്ന മുദ്രാവാക്യവുമായി കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണ പരാജയത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വട്ടമ്മാവ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാർച്ചും ധർണയും നടത്തി. സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ അടച്ചിട്ട് 6 വർഷം പൂർത്തിയാകുന്ന വേളയിൽ സമരത്തിന്റെ ഭാഗമായി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി CK സുലൈമാൻ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ മനീഷ് തിപ്പിലശ്ശേരി, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര തുടങ്ങിയവർ സംസാരിച്ചു. പാതാക്കര പ്രിയദർശിനി നഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നിഷ രേഖത്ത്, ഭാരവാഹികളായ റസ KK, KV സഹദേവൻ, MM അബ്ദുൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്തിന്റെ രേഖയിലില്ലാത്ത കെട്ടിടത്തിൽ അത് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ അഴിമതി നടന്നിരിക്കുന്നു, അധികാര ദുർവിനിയോഗം നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ കയ്യിൽ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ അഴിമതിയാണ് കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനത്ത് ഭരിക്കുന്നത് പിണറായി ഗവൺമെന്റാ. ആ ഗവൺമെന്റിന്റെ ഏജൻസിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറയുന്നത്. അവർ കണ്ടെത്തിയതാണ്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവത്ര പുത്തൻകടപ്പുറം GF UP സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. പത്രികാ സമർപ്പണം, ചിഹ്നം അനുവദിക്കൽ, വിരലിൽ മഷി പുരട്ടൽ, വിവിധ ഓഫീസേഴ്സ് തുടങ്ങിയ ക്രമീകരണത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ആരോഗ്യ, ശുചിത്വ, സുരക്ഷ, കായിക, ഡിസിപ്ലിൻ ഉൾപ്പെടെ മന്ത്രിമാരെയും വോട്ടിലൂടെ തെരഞ്ഞെടുത്തു. സ്കൂൾ ലീഡറായി യഥാക്രമം മുഹമ്മദ് അനീസ്, ഫാത്തിമ നസ്രിൻ, ശ്രേയ, റിസ നസ്രിൻ, MA തമന്ന, സൽമാനുൽ ഫാരിസ് എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രധാനാധ്യാപിക PK റംല, SK പ്രിയ, MK സലിം, KM മഞ്ജു എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്ന നൌഷാദിന്റെ 6ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷർഫു പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുനിൽ ചിറമനേങ്ങാട്, റഫീഖ് ഐനിക്കുന്നത്ത്, മണ്ഡലം സെക്രട്ടറിമാരായ സലീം വെള്ളർക്കാട്, MS അഷ്റഫ്, കോൺഗ്രസ് നേതാക്കളായ ദേവരാജൻ, അജിത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ സജി, അബ്ദു, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, INTUC തൊഴിലാളികൾ എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിലെ മലയാളി മിഷണറിമാരെ കൽത്തുറുങ്കിലടച്ച BJP സർക്കാരിന്റെ കിരാത നടപടിക്കെതിരെ വേലൂർ മണ്ഡലം കേരള കോൺഗ്രസ് മെഴുകുതിരി കത്തിച്ചു പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. വേലൂർ മണ്ഡലം പ്രസിഡന്റ് AT ഡേവിസ്, മുൻ ജില്ലാ സെക്രട്ടറി ജോൺ കള്ളിയത്ത് മാസ്റ്റർ, നിയോജക മണ്ഡലം യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് TC ബാബു എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് പ്രവർത്തകരായ വാസു കുന്നത്തുപുരയ്ക്കൽ, അന്തപ്പൻ പുറത്തൂർ, സേവി പുറത്തൂർ, കുര്യാക്കോസ് വേലൂർ, സണ്ണി വേലൂർ, ആന്റണി ജോണി എന്നിവർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ BJPയുടെ സംസ്ഥാന സർക്കാർ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് CPIM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ചേർന്ന പൊതുയോഗം CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം NA ബാലചന്ദ്രൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, ലോക്കൽ കമ്മിറ്റി അംഗം KJ ബിജു എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ റെൻസൺ തോമസ് ഇമ്മട്ടി, കബീർ മാസ്റ്റർ, നളിനി രാമചന്ദ്രൻ, ശാലിനി ഷാജു, VV തിലകൻ, ജിജിൽ പൈനിത്തടം, EV മജ്നു എന്നിവർ നേതൃത്വം നൽകി. ക്യാൻസർ രോഗികൾക്കായി കേശദാനം നടത്തി മാതൃകയായ വിദ്യാർത്ഥിയെ എടക്കഴിയൂർ CD സാഹിബ് സ്കൂൾ അനുമോദിച്ചു. സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ND അനുശ്രീ കൃഷ്ണയാണ് തൃശൂർ അമല മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്ഷേമ പദ്ധതിയിലൂടെ കേശദാനം നടത്തിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥിനിയെ ആദരിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജോഷി ജോർജ്, കോർഡിനേറ്റർമാരായ C സാൻഡി ഡേവിഡ്, AT ജോൽസിന, ക്ലാസ് അധ്യാപിക AGV ബിഷ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
കാട്ടകമ്പാൽ EMS സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആംബുലൻസ് വാങ്ങുന്നതിനുള്ള ധനസമാഹരണാർത്ഥം സംഭാവന കൂപ്പണിന്റെ വിതരണം ആരംഭിച്ചു. പഴയ ആംബുലൻസ് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയത് വാങ്ങുന്നത്. 1000 രൂപയുടെ സംഭാവന കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഒക്ടോബർ 2 നടക്കും. ധനസമാഹരണത്തിനുള്ള കൂപ്പൺ വിതരണം ഉദ്ഘാടനം പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷാജു സൈമണിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ നൽകി നിർവഹിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് EA മൊയ്തുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനോജ് ബേബി ചെറുവത്തൂർ, ട്രഷറർ MB സതീശൻ, സുനിൽ സിഗ്മ, സരിൻ ചീരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 9140 രൂപ, പവന് 73,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചരമം ആളൂർ കോതേരി പരേതനായ ബാലൻ നായർ ഭാര്യ സരോജിനി അമ്മ നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഐവർ മഠം ശ്മശാനത്തിൽ നടന്നു. വത്സല, രാജൻ, വിനു, രാജി എന്നിവർ മക്കളാണ്. അഞ്ഞൂർ നമ്പീശൻപടി വാഴപ്പള്ളി തോമസ് മകൻ വർഗീസ് നിര്യാതനായി 89 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളിയിൽ നടന്നു. വയലത്തൂർ ചീരൻ കുടുംബാംഗം കൊച്ചന്നം ഭാര്യയും റോയ്, പുഷ്പ, ലിറ്റി എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് ആനക്കല്ല് ഏറത്ത് പരേതനായ ചന്ദ്രൻ മകൻ രാധാകൃഷ്ണൻ നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. രത്നം ഭാര്യയും രതീഷ്, രജീഷ്, രഞ്ജിത്ത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊപ്പത്ത് വൻ ലഹരിവേട്ട. ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. 80ഓളം ചാക്കുകളിൽ നിന്നായി പിടികൂടിയത് 1000-ലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. അഗ്രോ നിധി ലിമിറ്റഡ് തട്ടിപ്പ് 3 പേർ അറസ്റ്റിൽ. 40 ലക്ഷം രൂപ ഡെപ്പോസിറ്റായി സ്വീകരിച്ച 13 മുതൽ 15% വരെ പലിശ വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. ഗുരുവായൂർ ബസ് ടെർമിനലിൽ 8.5 കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്. 7 കോടി നിർമ്മാണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ചെയർമാൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.